Hello friends, welcome to SATS and Tutorial Marathamadi and Puthavariga. Please subscribe to our YouTube channel for new updated videos. Chapter 7, Tangents, Part 2. Tangent of a circle, Construction 2. How to draw two tangents to a circle from a point outside the circle. ഒരു വൃത്തത്തിൻ്റെ പുറമേ നിന്ന്, സപ്പോസ് ഇഫ് ദിസ് ഈസ് എ സർക്കിൾ, പുറമേ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ രണ്ട് ടാജൻറ്റ് വരയ്ക്കാം എന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ഒരു പുറമേയുള്ള പോയിന്റിൽ നിന്നും രണ്ട് ടാജൻറ്റ് വരയ്ക്കാനാണ് നോക്കുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം കോമ്പസിൽ ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കുകയാണ് റേഡിയസ് ആയിട്ട്, എന്നിട്ടൊരു വൃത്തം വരയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ 5 or 6 ഇഷ്ടമുള്ളതെടുത്ത് വരയ്ക്കാം. നമ്മളെടുത്തു, എന്നിട്ട് നമ്മൾ വരയ്ക്കുകയാണ് 4 സെൻറ്റിമീറ്ററിൽ ഒരു വൃത്തം വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, വരച്ചു. നമ്മളതിൻ്റെ വരച്ചതിന് ശേഷം സെൻറ്റർ അടയാളപ്പെടുത്തണം. ഓക്കെ, എന്നിട്ട് 4 or 5 എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ് ഒരു 9 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് ഉണ്ട് പി. ആ പോയിന്റിൽ നിന്ന് നമുക്ക് 2 സ്പർശരേഖ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 9 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യൻ എന്താണോ നിങ്ങൾ അവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക സെൻറ്ററിൽ നിന്ന്. ഓക്കെ, ദെൻ ആ സെൻറ്ററും ആ പോയിന്റും തമ്മിൽ യോജിപ്പിക്കും. ഓക്കെ, ഇങ്ങനെ യോജിപ്പിച്ചു. ഓക്കെ, ഇപ്പം എന്താ തന്നേക്കണ കണ്ടോ, നമ്മുടെ സെൻറ്ററും പിയും തമ്മിലൊരു അകലമുണ്ട് കണ്ടോ. ആ വരയുടെ സമഭാജി വരയ്ക്കണം, അതിൻ്റെ പകുതി എടുക്കണം. അതിനായി സെൻറ്ററിൽ കുത്തി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത്തിരി പകുതി ഉണ്ടോ, ആ വരയുടെ അത്ര നീളത്തിൽ എടുക്കരുത്, ആ വരയുടെ പകുതിനേക്കാളും കൂടുതലെടുത്ത് ഒരു ചാപം വരയ്ക്കുക വരേനെ. അതേ അളവ് മാറ്റം വരുത്താതെ, കോമ്പസിൽ മാറ്റം വരുത്തരുത്. ഇപ്പോഴത്തെ പി കുത്തി നമ്മൾ ഇപ്പുറത്തേക്ക് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താ ചെയ്തത്, നമ്മൾ ജസ്റ്റ് സെൻറ്ററിൽ കുത്തി പകുതിക്കുള്ളിൽ എടുത്ത് വരച്ചു, ഇപ്പുറത്ത് പിയിൽ കുത്തി പകുതിക്കുള്ളിൽ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആർക്ക് കിട്ടിയില്ലേ. അവിടെ കുത്തി മുകളിലേക്ക് അതുപോലെ താഴേക്കും ഒന്ന് വരയ്ക്കുക. അതേ അളവ് തന്നെ ഇപ്പുറത്തെ ആർക്കിൽ കുത്തി മുകളിലേക്കും താഴേക്കും വരയ്ക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും സമഭാജി വരയ്ക്കാൻ. ഇനി ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ആ ആർക്കി കുത്തിയാണ് നമ്മൾ വരച്ചത്. ഇനി ആ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ജസ്റ്റ് ജോയിൻറ്റ്, അത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരച്ചു, ജോയിൻ ചെയ്തു. ഓക്കെ, യെസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ആ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പിയിലേക്ക് വരച്ചിരിക്കുന്ന വരയുടെ കറക്റ്റ് നടുവിലുള്ള ഭാഗം മനസ്സിലായോ. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ആർക്കി കുത്തി അപ്പുറത്തും 2 മാർക്കുകൾ വരച്ച് അത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി ആ സെൻറ്ററിൽ കുത്തി പിയിലേക്കുള്ള അകലം എടുക്കുക, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള അകലം ചെക്ക് ചെയ്യുക, അത് കറക്റ്റാണോ. ഓക്കെ, ദെൻ നമ്മളൊരു വലിയൊരു വൃത്തം ഉണ്ടോ, അത് റേഡിയസ് ആക്കി വെച്ചിട്ട് നമ്മൾ വൃത്തം വരയ്ക്കാൻ പോവുകയാണ് ഉണ്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു റൗണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വൃത്തം വരച്ച് കഴിയുമ്പോൾ ഈ വൃത്തം നമ്മൾ ആദ്യം വരച്ച വൃത്തത്തിൻ്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാം കണ്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ മധ്യഭാഗം എടുത്ത് ഇങ്ങനെ വൃത്തം വരച്ചു. ഓക്കെ, ആ വൃത്തം ടച്ച് ചെയ്ത 2 പോയിന്റ് ഉണ്ട്, ഒന്ന് ഇവിടെ ഒന്ന് ഇപ്പുറത്ത് കണ്ടോ. ആ 2 പോയിന്റിലേക്ക് നമ്മൾ പിയിൽ നിന്ന് സ്കെയിൽ വെച്ച് ഒരു ടാജൻറ്റ് ചുമ്മാ അങ്ങോട്ട് വരച്ചാൽ മതി കണ്ടോ. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാം. അതുപോലെ മുകളിലത്തെ പോയിന്റ് ഇത് ടാജൻറ്റ് 1. ഓക്കെ, അതുപോലെ ടാജൻറ്റ് 2 രണ്ടാമത്തെ ടാജൻറ്റ്, അതേപോലെ പിയിൽ നിന്ന് മുകളിലത്തെ ആ പോയിന്റിൽ. അങ്ങനെ നമുക്ക് 2 ടാജൻറ്റ് വരയ്ക്കാൻ പറ്റും, ഒരേ നീളമുള്ള. ഓക്കെ, ജസ്റ്റ് ജോയിൻ ചെയ്യുക സെക്കൻഡ് ടാജൻറ്റ്. ഇപ്പം നമ്മൾ വൃത്തത്തിന് പുറമേയുള്ള പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും 2 ടാജൻറ്റ് വരച്ചു. ഓക്കെ, ക്ലിയർ. അപ്പോൾ then 2 tangent from a
പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ, അതായത് ദാറ്റ്സ് പി. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ. ആദ്യം നമ്മൾ ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന അളവിൽ വൃത്തം വരച്ചു, ജസ്റ്റ് ഇങ്ങനെ വൃത്തം വരച്ചു. അതിന് ശേഷം നമ്മളെന്താ ചെയ്തത്, നമ്മൾ ചെയ്തത് ആ വൃത്തത്തിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് ഒരു പി അടയാളപ്പെടുത്തി. അത് നമുക്ക് തന്നിരിക്കുന്ന അളവ് ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ അകലെയാണ് ജോയിൻ ചെയ്തു. എന്നിട്ട് ആ വരയുടെ സമഭാജി എടുത്തു, അതിന് പകുതി ഇപ്പോഴെടുത്ത് ഇങ്ങനെ വരച്ചു, ഇപ്പുറത്ത് കുത്തി ഇങ്ങനെ വരച്ചു. ആ കിട്ടിയ ആർക്കിൽ കുത്തി മുകളിലേക്കും വരച്ചു, ഇപ്പുറത്തും കുത്തി മുകളിലേക്കും വരച്ചു. അതുപോലെ അവിടെ കുത്തി താഴേക്ക് വരച്ചു, ഇപ്പുറത്ത് കുത്തി താഴേക്ക് വരച്ചു. അങ്ങനെ ആ പോയിന്റുകൾ കിട്ടി. ആ പോയിന്റിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് സമവാചി കിട്ടി. ഞാൻ സെൻറ്ററിൽ വന്ന് നമ്മൾ കുത്തി, എന്നിട്ട് ആ പി വരെയുള്ള അകലെടുത്തു, അല്ലെങ്കിൽ സെൻറ്റർ വരെയുള്ള, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു വൃത്തം വരച്ചു. അപ്പോൾ 2 പോയിന്റ് മുകളിലും താഴെയുമായിട്ട് കട്ട് ചെയ്തു. ആ പോയിന്റിനെ പിയിൽ നിന്ന് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, ക്ലിയർ? ഓക്കെ.